Dear all, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RTP May 2021, അതായത് ലേറ്റസ്റ്റ് RTP. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ആ ചോദിക്കുന്നത്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് കൊടുക്കുക. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷനും കൂടി കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗൗരി പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് 75,800 at 5% trade discount and she paid half of the amount in cash. The amount appearing in the purchase book is 36,005. Okay, നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ 75,800 രൂപന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 5% ട്രേഡ് ഡിസ്കൗണ്ടിൽ. നമ്മൾ പർച്ചേസ് ബുക്കിൽ എത്രയാണെന്ന് കാണിക്കാമെന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ചു എല്ലാവരും. 75,800 ആണ് എന്ത് നമ്മുടെ purchase price. അതിന്റെ 95% എന്ന് പറയുന്നത് 75,800 95% എന്ന് പറയുമ്പോൾ 72,010. ഓക്കെ, 72,010 ആണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ്. മക്കളെ, ഈ ടോട്ടൽ പർച്ചേസിൽ നമ്മളോട് പറയുന്ന വെച്ചാൽ പകുതി ക്യാഷ് ആയിട്ട് പേ ചെയ്തു. അതിന്റെ അർത്ഥം പകുതി ക്യാഷ് പർച്ചേസും ഒരു ഹാഫ് ക്യാഷ് പർച്ചേസും അടുത്ത ഹാഫ് ക്രെഡിറ്റ് പർച്ചേസുമാണ്. ഓക്കെ, മനസ്സിലാക്കിക്കോ. പേർച്ചേസ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമേ ട്രീറ്റ് ചെയ്യും. എന്താ ട്രീറ്റ് ചെയ്യാം? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 50% ആണ് രണ്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോ, 72,010ന്റെ 50% എന്ന് പറയുമ്പോൾ 36,005. ഓക്കെ, എന്നിട്ട് നമ്മൾ പേർച്ചേസ് ബുക്കിൽ എത്ര ട്രീറ്റ് ചെയ്യേണ്ടത്? 36,005. ബാലൻസ് 36,005 അത് ക്യാഷ് ബുക്കിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഫസ്റ്റത്തെ കേസിൽ ആൻസർ എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ട്രൂ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ റെക്കോർഡഡ് ഇൻ P&L അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും അല്ല നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ഫോൾസ് ആണ്. നോമിനൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യുക, P&L അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യാം. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകവും എക്സ്പെൻഡിച്ചറും. ഓക്കെ, അത് എക്സ്പ്ലനേഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, amount spent on the replacement of worn out part of machine is capital expenditure. ഞാനൊരു അസറ്റ് വാങ്ങിച്ചു. ആ അസറ്റ് വാങ്ങിച്ചിട്ട് ആ അസറ്റിന് എന്ത് ചെയ്തു? ഒരു റിപ്പയർ വന്നു. എന്നിട്ട് അതിന് ഞാൻ എന്ത് ചെയ്തു? റീപ്ലേസ്മെന്റ് നടത്തി. അങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന ചോദ്യം. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആണ്. അല്ലാതെ ഈ ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തപ്പോൾ നമ്മുടെ അസറ്റിന്റെ എഫിഷ്യൻസി കൂടുന്നില്ല, എക്കണോമിക് ലൈഫ് കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, when closing inventory is overstated, net income for the accounting period will be understated. അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ 100 rupees ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് 120, സെയിൽസ് 300 ഫോർ എക്സാമ്പിൾ വിചാരിക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് ആക്ച്വലി ക്ലോസിംഗ് സ്റ്റോക്ക് വേണ്ടത് 20 രൂപയാന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷെ അവര് ട്രീറ്റ് ചെയ്തത് 30 രൂപ. ഓക്കെ, എത്രയാ? 30 രൂപ. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്കെ, 30 രൂപയായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക? അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര കിട്ടുക? 330 220 മൈനസ് ചെയ്ത 110 ആണ് കിട്ടുക. ഓക്കെ, നമ്മൾ റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ 110 കിട്ടി. എന്ത്? പ്രോഫിറ്റ്. ഓക്കെ, ശരിക്കും നമ്മള് 20 rupees ആണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ ഓക്കെ 320 വരാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റ് എത്രയാവും? 100 ആവും. നമ്മൾ റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പം 110 ആണ് വന്നത്. കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പം എന്തായി? 100 rupees ആയി. എന്നാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്യുക, അണ്ടർ സ്റ്റേറ്റ് ചെയ്യുക? ഓവർ സ്റ്റേറ്റ് ചെയ്യുക. എക്സാമിനൊക്കെ വന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ജസ്റ്റ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ജസ്റ്റ് ഒരു മനസ്സിലൊരു ചെറിയൊരു എക്സാമ്പിൾ, ഇത്രയേ വേണ്ടൂ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇതും എന്താണ്? ഫോൾസ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ സ്റ്റേറ്റ് ചെയ്തതിനാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും?
നമ്മുടെ പ്രോഫിറ്റ് കൂടുകയും ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ സ്റ്റേറ്റ് ചെയ്തത്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ഓവർ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ പ്രോഫിറ്റ് കുറയുകയും ചെയ്യാം. കാരണം ഡെബിറ്റ് സൈഡാണ് കൂടുന്നത്. ഓക്കെ, ഡെബിറ്റ് സൈഡ് കൂടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും, ക്രെഡിറ്റ് സൈഡ് കൂടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, the additional commission to the consignee who agrees to bear the loss on account of bad debts is called overriding commission. അതായത് കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഓക്കെ, കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ there are 3 types of commission. ഓക്കെ, ഒന്ന് നോർമൽ കമ്മീഷൻ, രണ്ടാമത്തത് ഡെൽക്രിഡറി കമ്മീഷൻ, മൂന്നാമത്തത് ഓവർ റൈഡിങ് കമ്മീഷൻ. ഓക്കെ, നോർമൽ കമ്മീഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാല് ആ കേസിൽ കൺസൈനർ ആണ് ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ബെയർ ചെയ്യേണ്ടത്. ഡെൽക്രിഡറി കമ്മീഷന്റെ കേസിൽ ആരാണ് ബെയർ ചെയ്യേണ്ടത്? ആരാ ബെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺസൈനിയാണ് എന്ത് ചെയ്യേണ്ടത്, ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യേണ്ടത്. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ 100 രൂപക്ക് ഒരു സാധനം വിൽക്കാൻ അയച്ചു. ഓക്കെ, അവര് 125 വിറ്റു. 100 വിൽക്കാൻ അയച്ചത്, അവര് 125 വിറ്റ് കഴിഞ്ഞാൽ എക്സ്ട്രാ ആദ്യം 25 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടൂലേ? അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന കമ്മീഷൻ എന്ത് പറയാ? ഓവർ റൈഡിങ് കമ്മീഷൻ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നത് എന്താ വെച്ചാല് ക്വസ്റ്റ്യനിൽ പറയുന്നത്, അതായത് ആരാണോ ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യുന്നത്, ഓക്കെ, അതായത് കൺസൈനി ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ഓവർ റൈഡിങ് കമ്മീഷൻ ആണോ? അല്ല. ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യുമ്പോൾ, കൺസൈനി ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യുമ്പോൾ ആ കമ്മീഷനെ പറയുന്ന പേരാണ് ഡെൽക്രിഡറി കമ്മീഷൻ. ഓക്കെ, അതുകൊണ്ട് ഇതും ഫോൾസ് ആണ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഗുഡ്വിൽ ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആൻഡ് therefore it cannot be valued. ഗുഡ്വിൽ എന്ന് പറയുന്നത് കാണാൻ പറ്റാത്ത അസറ്റ് ആണ്, അത് വാല്യൂ ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗുഡ്വില്ലിന്റെ വാല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അവിടെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. വാല്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? വാല്യൂ ചെയ്യാൻ പറ്റൂലേ? അതും ഫോൾസ്. ഓക്കെ, തിയറി എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് സാർമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല. പക്ഷെ മനസ്സിലാക്കിക്കോ, നിങ്ങൾ കേട്ട പല കാര്യങ്ങളായിരിക്കും തിയറി റിലേറ്റഡ് കാര്യങ്ങൾ. ഓക്കെ, അതായത് ഇപ്പൊ ഈ ഗുഡ്വില്ലിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ ചെയ്താൽ കഴിയണമെന്ന് നിർബന്ധമില്ല. അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണോ പാർട്ട്ണർഷിപ്പിൽ പഠിച്ചത് ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ ഏരിയസ് ഈസ് പേയബിൾ ബൈ കമ്പനി ടു ഷെയർ ഹോൾഡേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ ഏരിയസ്. കോൾസ് ഇൻ ഏരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെയർ ഹോൾഡർ കമ്പനിക്ക് പൈസ തരാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ കമ്പനി ആണെങ്കിൽ എനിക്ക് പൈസ തരാനുണ്ട്. ഓക്കെ, എനിക്ക് പൈസ തരാനുണ്ടെങ്കിൽ അതിന്റെ മേലെ ഞാൻ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യാം, ഞാൻ കൊടുക്കുകയും ചെയ്യാം, കിട്ടുകയും ചെയ്യും. എന്താ ചെയ്യാ? കിട്ടുകയും ചെയ്യാം. അന്നേരം ബൈ കമ്പനി ടു ഷെയർ ഹോൾഡേഴ്സ് അല്ല, ബൈ ഷെയർ ഹോൾഡർ ടു കമ്പനിയാണ്. അതുകൊണ്ട് എന്താണ്? ഇത് ഫോൾസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ ഒരാൾ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് തരുകയും ചെയ്യുന്നത്, അത് ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. ഓക്കെ, അതിനെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഞാൻ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്? കമ്പനിയാണ് ഷെയർ ഹോൾഡറിന് കൊടുക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ഫോർ ദ പ്രീവിയസ് ഇയർ ഷാൽ ബി ഷോൺ ആസ് ലയബിലിറ്റി ഇൻ ദ കറന്റ് ഇയർ ബാലൻസ് ഷീറ്റ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ഉണ്ടെങ്കിൽ അത് ഈ കൊല്ലത്തെ ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം എന്നാ പറയുന്നത്. അല്ല, കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഷീറ്റിൽ അത് എന്ത് ചെയ്യണം? ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ലോജിക്. കഴിഞ്ഞ കൊല്ലത്തെ ലയബിലിറ്റി കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഷീറ്റ്, ഈ കൊല്ലത്തെ ലയബിലിറ്റി ഈ കൊല്ലത്തെ ബാലൻസ് ഷീറ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ഡെബഞ്ചർ ഹോൾഡേഴ്സ് എൻജോയ് ദി റൈറ്റ്സ്, വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ കമ്പനി. ഓക്കെ, അതിന്റെ മുന്നേ ഇത് ഫോൾസ് ആണ്. ഓക്കെ, ഡെബഞ്ചർ ഹോൾഡേഴ്സ് എൻജോയ് ദ വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ കമ്പനി എന്ന് പറയുമ്പോൾ ഡെബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് എന്നാ പറയുന്നത്. ഇല്ല, ഡെബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റർ ആണ്, കടമാണ്, ലാബിലിറ്റി ആണ്. അതുകൊണ്ട് ലാബിലിറ്റി ഉള്ള ഒരാൾക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഷെയർ ഹോൾഡേഴ്സിനാണ് എന്തുള്ളത്? വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. ആർക്കുള്ളത്? ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ്. ഓണേഴ്സിനാണ് വോട്ടിംഗ് റൈറ്റ്. എന്താണ് വോട്ടിംഗ് റൈറ്റ്? വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസിഷൻ എടുക്കും. അതിനാ പറയുന്നത്. അത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കും. ഓക്കെ,
നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് വെച്ചാൽ എക്സ്പ്ലെയിൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആൻഡ് മാച്ചിങ് കോൺസെപ്റ്റ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഇതേപോലെ ഏതെങ്കിലും ഒരു രണ്ട് കോൺസെപ്റ്റ് എന്ത് ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേർഡിങ്ങിൽ എന്ത് ചെയ്യുക കൊടുക്കുക. അതിന് പുറമെ നിങ്ങൾ എക്സാമ്പിളും കൊടുക്കാൻ നോക്കാം. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ മണി, അതായത് ഒരു ട്രാൻസാക്ഷൻ പൈസനെ കൊണ്ട് വാല്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ purchased goods for cash 1000 rupees, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണിയോട് മെഷർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 1000 rupeesന്റെ ഗുഡ്സ് കിട്ടും, 1000 rupees അവർക്ക് കൊടുക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. എക്സാമ്പിൾ മണി മെഷർമെന്റ് കോൺസെപ്റ്റിൽ വരാത്ത കാര്യം എന്ന് വെച്ചാൽ എംപ്ലോയീസ് ഓഫ് എ കമ്പനി നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യൂല, അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യൂല. ഓക്കെ, നെക്സ്റ്റ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൊല്ലത്തെ എക്സ്പെൻഡിച്ചറും ആ കൊല്ലത്തെ ഇൻകവും നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഇൻകം ഈ കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഈ കൊല്ലം തന്നെ കാണിക്കണം. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൊവിഷനാണ്. പ്രൊവിഷൻ എന്തുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ മാച്ചിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഡിപ്രീസിയേഷൻ എന്തിനാ ട്രീറ്റ് ചെയ്യുന്നത്, മാച്ചിങ് കോൺസെപ്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസി മേ ഹാവ് എ മെറ്റീരിയൽ ഇഫക്ട് ഓൺ ദി ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. അതായത് അക്കൗണ്ടിങ് പോളിസീസിലുള്ള ചേഞ്ച് മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എഫക്ട് ചെയ്യും. മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ യൂസേഴ്സിനെ എഫക്ട് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇൻവെന്ററി വാല്യൂഷൻ, നിങ്ങൾ ഇത് പഠിച്ച ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞു. ഇൻവെന്ററി രണ്ട് രീതിയിലുള്ള കുറെ മെത്തേഡ് ഉണ്ട് വാല്യൂഷനിൽ. ഫോർ എക്സാമ്പിൾ ലിഫോ, ഫിഫോ. ഓക്കെ, ലിഫോ മെത്തേഡിൽ നിങ്ങൾ വാല്യൂ ചെയ്താൽ എമൗണ്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടാണ്. അതേപോലെ ഫിഫോ മെത്തേഡിൽ നിങ്ങൾ വാല്യൂ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടാം, ഡിഫറെന്റ് എമൗണ്ട് ആയിട്ടോ. ഫോർ എക്സാമ്പിൾ ലിഫോ മെത്തേഡിൽ നിങ്ങൾ സ്റ്റോക്ക് വാല്യൂ ചെയ്തപ്പോൾ 1 lakh കിട്ടി, നിങ്ങൾ ഫിഫോ മെത്തേഡിൽ വാല്യൂ ചെയ്തപ്പോൾ 1,25,000 കിട്ടി. ഫോർ എക്സാമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയിട്ട് എമൗണ്ട് എത്രയോ ഡിഫറെന്റ് ആണ്, 25,000 ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ there is a chance it will materially affect the financial statements. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ആൻസർ ട്രൂ ആണ്. അത് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇൻവെന്ററിന്റെ പറയാം, ലിഫോ, ഫിഫോ, പിന്നെ ഡിപ്രീസിയേഷന്റെ മെത്തേഡ് പറയാം, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, WDV മെത്തേഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമാണ്. അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ ചില ബെറ്റർ പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചോയ്സ് ഉണ്ടാവും, അതിൽ നിന്ന് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് സംഭവം. നെക്സ്റ്റ് ജേർണൽ എൻട്രീസ് ആണ് ചോദിക്കുന്നത്. ജേർണൽ എൻട്രീസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എംപ്ലോയീസ് ഹാഡ് ടേക്കൺ സ്റ്റോക്ക് വർത്ത് 25,000. ഓക്കെ, വിറ്റാൽ 25,000 രൂപ കിട്ടും. ഓക്കെ, അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാ, 22,500 ഓൺ ദി ഈവ് ഓഫ് ദി ദീപാവലി ആൻഡ് ദ സെയിം വാസ് ഡിഡക്റ്റഡ് ഫ്രം ദെയർ സാലറീസ് ഇൻ ദ സബ്സിക്വന്റ് മന്ത്. ഓക്കെ, അതെന്ത് ചെയ്ത് എന്നിട്ട് അവരെ സാലറിന്ന് കട്ട് ചെയ്തു. ഓക്കെ, ഒന്നുമില്ല, സാലറി ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം അവർക്ക് ഗുഡ്സ് കൊടുത്തു. ഇപ്പോ എന്റെ കമ്പനി, ഞാൻ പടക്ക കമ്പനിയാണ് നടത്തുന്നത്. ഓക്കെ, എന്റെ സ്റ്റാഫിന് ദീപാവലിക്ക് എന്ത് ചെയ്യണം, പടക്കം പൊട്ടിക്കണം. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാഫിന് ആ മാസം സാലറി കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കുകയെന്ന്, എന്റെ പടക്കം കൊടുക്കുക. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നില്ല? അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, സാലറി എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ ആണ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഷുഡ് ബി ഡെബിറ്റഡ് ആണ്, സാലറി അക്കൗണ്ട് ഡെബിറ്റർ. ഓക്കെ, ടു ക്യാഷ്, നിങ്ങളെ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായില്ല, ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ല, നിങ്ങൾക്ക് പിന്നെ എന്താ ഉള്ളത്, നിങ്ങളെ പർച്ചേസ് എന്ന് കുറയും. നിങ്ങൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ഇല്ലേ, അതിൽ നിന്ന് കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചിട്ട് ഇപ്പൊ അഡ്വർടൈസ്മെന്റ് കൊടുത്തു. ഓക്കെ, ഫ്രീ സാമ്പിൾസ് ആയിട്ട് കൊടുത്തു. ഓക്കെ, അതേപോലെ നമ്മുടെ എംപ്ലോയീസിന് എന്തെങ്കിലും എംപ്ലോയീസിന് കൊടുത്തു. ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മളെ പർച്ചേസ് ചെയ്ത ഗുഡ്സ് കുറയുക ചെയ്യും. പർച്ചേസ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു അസറ്റാണ്, എക്സ്പെൻസ് അല്ല. ഓക്കെ, എക്സ്പെൻസ് അല്ല. ഈ പർച്ചേസ് എന്ന് പറയുന്ന അസറ്റ് കുറയുമ്പം ഡിക്രീസ് ഇൻ അസറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഇവിടെ ക്വസ്റ്റ്യൻസ് 25,000 കാണിക്കണം, 22,500 കാണിക്കണം. മക്കളെ ഇത് വിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ്. വിറ്റാ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, വിറ്റ പൈസ കാണിക്കാൻ പറ്റും. ഓക്കെ, 22,500.
Next, wages paid for erection of machinery. Okay, wages paid for erection of machinery. അതായത് ഒരു മെഷീനറി വാങ്ങിക്കാൻ വേണ്ടി വേജസ് പേ ചെയ്തു. മക്കളെ മനസ്സിലായിക്കോ? കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റ് വാങ്ങിച്ചു, ഓക്കെ, വാങ്ങിച്ചിട്ട് നമ്മുടെ ലൊക്കേഷനിലെത്തി നമ്മുടെ യൂസബിൾ കണ്ടീഷനിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ്. അതായത് നമ്മൾ വേജസ് പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞാൽ മെഷീനറി വേജസ് പേ ചെയ്യാണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഉപയോഗിക്കുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും എന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേജസ് പെയ്ഡ് ഫോർ ഇറക്ഷൻ ഓഫ് മെഷീനറി എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി വേജസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ല, മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ ആ അസറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ എന്തിനല്ല വേജസ് അല്ല. ഓക്കെ, ശ്രദ്ധിക്കണം. ഇതിപ്പോ നമ്മൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാ പറയാ എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഓക്കെ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഇൻകം ടാക്സ് ലയബിലിറ്റി ഓഫ് പ്രൊപ്പറേറ്റർ 3400 വാസ് പെയ്ഡ് ഔട്ട് ഓഫ് പെറ്റി ക്യാഷ്. ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരാളെ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ആണ്. ഒരാൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ടാക്സ് അടക്കണം, അതിനാ പറയുക ഇൻകം ടാക്സ്. ഓക്കെ, അങ്ങനെ ഇൻകം ടാക്സ് ലയബിലിറ്റി ഓഫ് പ്രൊപ്പറേറ്റർ പേ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിലെ പെറ്റി ക്യാഷിനോ എടുത്തിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡ്രോയിങ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ്, ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു പെറ്റി ക്യാഷ്. മക്കളെ ഈ ക്വസ്റ്റ്യനിൽ പെറ്റി ക്യാഷിനെ സ്പെസിഫിക് പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പെറ്റി ക്യാഷ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം പെറ്റി ക്യാഷ് ബാലൻസ് ആണ് കുറയും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം നവീൻ ഓഫ് ദ ലിസ്റ്റ് പ്രൈസ് 20,000. He allowed 10% trade discount, 500 cash discount, and was also allowed for quick payment. Okay, അതായത് നമ്മൾ പർച്ചേസ് ചെയ്തു 20,000 റുപ്പീസിന്റെ ഗുഡ്സ് വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്തു? 10% ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ, മക്കളെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്സിൽ ജേർണൽ എൻട്രിയിൽ ഒന്നും കാണിക്കൂല, അത് റെക്കോർഡ് ചെയ്യൂല. ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യൂല, ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. രണ്ട് തരം ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. അതിന്റെ രണ്ടിന്റെ അണ്ടറിൽ എന്തുണ്ട്? ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്. പക്ഷെ ട്രേഡ് ഡിസ്കൗണ്ടിന്റെ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കൂല. നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ടിന്റെ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും മാത്രം എന്ത് ചെയ്യും? അക്കൗണ്ട്സിൽ കാണിക്കും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ 20,000 10% കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ എത്രയായി? 2,000 റുപ്പീസ്. അതായത് നമ്മൾ വാങ്ങിച്ചത് 18,000 രൂപയാണ്. എന്താണ്? 18,000 രൂപ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആർക്കെങ്കിലും ട്രേഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ട്. നമ്മൾ സാധാരണ ഷോപ്പിലെല്ലാം പോകുമ്പോൾ കാണുന്നില്ല, പുറത്ത് 50% ഓഫ് 40% ഓഫ് എന്ന് പറയുന്നത്. അത് കണ്ടിട്ട് നമ്മൾ കയറിയിട്ടാണ് എന്ത് ചെയ്യുക? ഗുഡ്സ് വാങ്ങിക്കാം. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണെന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പ്രോംപ്റ്റ് പേയ്മെന്റ് നടത്താൻ വേണ്ടി കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്താ പറയുക? ക്യാഷ് ഡിസ്കൗണ്ട്. വേഗം തന്നെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കൗണ്ട്. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നില്ല? ക്യാഷ് ഡിസ്കൗണ്ട് അക്കൗണ്ട്സിൽ കാണിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എത്ര പൈസക്ക് പർച്ചേസ് ചെയ്തേ? 18,000. എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് 20,000 ആണോ 18,000 ആണോ? 20,000. സോറി, 18,000. ഓക്കെ, 18,000. കാരണം എന്താ? 20,000 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ട? കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം 2,000 ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട്സിൽ കാണിക്കൂല. നമ്മുടെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 18,000. ഓക്കെ, നമ്മളോട് പറയുന്നു 500 ക്യാഷ് ഡിസ്കൗണ്ട് ഇട്ട് ബാക്കി എന്ത് ചെയ്തു? ക്വിക്ക് പേയ്മെന്റ് നടത്തി. പേയ്മെന്റ് ബാക്കി നടത്തിയെന്ന് പറഞ്ഞാൽ ടു ക്യാഷ് 17,500 ടു. മക്കളെ ശ്രദ്ധിക്കും, ഞാൻ ഒരാളെ നിന്ന് സാധനം വാങ്ങിച്ചു, അയാൾ എനിക്ക് ഡിസ്കൗണ്ട് തരുന്നുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്യണം. അത്രയാണ് 500 റുപ്പീസ്. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി. പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 500 റുപ്പീസ്. ഓക്കെ അല്ലേ? ജേർണൽ എൻട്രി ടാലി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി നമ്മൾ ജേർണൽ എൻട്രീസ്, അതായത് 3 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ?